അപ്പോൾ എല്ലാവർക്കും അതിഥി ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ? അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക? നല്ല റൂംസ്, നല്ലൊരു സ്വിമ്മിംഗ് പൂള്, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു ലൊക്കാലിറ്റി, നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? മെയിൻ കാര്യം വിട്ടുപോയി, ബഡ്ജറ്റ്. അപ്പോൾ പിന്നെ ഇതെല്ലാം വരുന്ന ഒരു റിസോർട്ട് പരിചയപ്പെട്ടാലോ? ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ആനച്ചാലിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ചെക്കിൻ ആണെങ്കിലും ഞങ്ങളെത്തിപ്പോൾ ലേറ്റായി. ഞങ്ങളെത്തിപ്പോൾ ഒരു 6-6:30 മണിയായി വൈകിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. ഇതിനകത്താണ് ഞങ്ങളുടെ റൂം വരിക. ഗോ IBBO സൈറ്റ് വഴിയാണ് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് പല താരിഫിലും പല ഓൺലൈൻ സൈറ്റിലും നിങ്ങൾക്ക് ഈ റൂം ബുക്ക് ചെയ്യാം. ഞങ്ങളിവിടെ ഇന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ 3800 ഓഫർ ഉൾപ്പെടെ കിട്ടിയത്. പക്ഷേ നിങ്ങൾ ഓഫ് സീസണിൽ വരികയാണെങ്കിൽ ഇതിലും കുറച്ച് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മകൾക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു സ്വിമ്മിംഗ് പൂളുള്ള ഒരു റിസോർട്ടിൽ താമസിക്കണമെന്ന്. അങ്ങനെ മോളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്തതാണ്. നിങ്ങൾ ഓഫ് സീസണിലൊക്കെ ഈ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3500 ഈ റൂം കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും, ബൊഫേ ആയിരിക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം രാവിലെ ഒരു ചായ ഇടാനൊക്കെ കെറ്റിലൊക്കെ റൂമിലുണ്ട്. ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിനി റൂമിനെ പുറത്തുള്ള വിശേഷങ്ങളൊന്ന് കണ്ടാലോ? ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. രാത്രി പ്രത്യേകിച്ച് നല്ല വ്യൂ ആണ്. ഞാൻ രാത്രിയും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, രാവിലെ ഇറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. നമ്മളിവിടുത്തെ സ്വിമ്മിംഗ് പൂളൊന്ന് കാണാനും പിന്നെ റെസ്റ്റോറൻറ്റും പിന്നെ ഇവിടെ ക്യാമ്പിംഗ് ഏരിയയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഈ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ. ആ നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് മുന്നിൽ കാണാം, അതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഈ വലത് സൈഡിലായിട്ട് വേറെ റൂമും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. റെസ്റ്റോറൻറ്റ് തൊട്ട് സൈഡിൽ തന്നെയാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈമിംഗ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഡെപ്ത് 2 രീതിയിൽ അവർ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇറങ്ങാനായിട്ട് ഒരു ഭാഗമുണ്ട്. മുതിർന്നവർക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കുട്ടികൾ ഇറങ്ങാൻ പാടില്ല. അവിടെ 4.7 അടി ഡെപ്ത് ഉണ്ട്. ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. വളരെ മനോഹരമായ റെസ്റ്റോറൻ്റ് ആണ്. 2 പോർഷനുണ്ട്. ഇതിവിടുത്തെ ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ഇവിടെ ചെറിയ കുട്ടികൾ കളിക്കാനായി ഒരു ചെറിയ ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തായി രാത്രി മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്താണ് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാം. ഗ്രില്ലിംഗ് അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. ക്യാമ്പിങ് അങ്ങനെ എല്ലാം വരുന്ന ഈ ഭാഗത്താണ്. ഇവിടെ വരുന്നെങ്കിൽ ശരിക്കും ഗ്രൂപ്പായിട്ട് വരണം. കാര്യം ഗ്രൂപ്പായിട്ട് വന്നാൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കുള്ള ഫുഡ് റെഡിയാണ്. മകൾ 2-3 പ്രാവശ്യം വന്ന് വിളിച്ചായിരുന്നു. ഞങ്ങൾ നേരത്തെ ഓർഡർ കൊടുത്തിരുന്നു. ഈ ഭാഗത്താണ് ക്യാമ്പിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ചെയർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ക്യാമ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് പാട്ടും ഡാൻസും എല്ലാറ്റും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഒരാൾക്ക് ബൊഫയ്ക്ക് പെർ ഹെഡ് 300 റുപ്പീസാണ്. ഞങ്ങൾ ബൊഫെ അല്ല ഓർഡർ ചെയ്തത്, ഞങ്ങളല്ലാതെ സെപ്പറേറ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ബൊഫയുടെ കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. വളരെ വൃത്തിയായി ചൂടോടുകൂടി നല്ല ഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ ബൊഫെ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് ക്രൗഡ് ഇച്ചിരി കുറവായിരുന്നു. നോർമലി വീക്കെൻഡ്സ് ആണ് തിരക്ക് വരുന്നത്.
ബൊഫെ ഓർഡർ ചെയ്തവർ കഴിക്കട്ടെ, നമുക്കിനിപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫുഡ് ആ ടേബിളിലേക്ക് വരികയാണ്. ഞങ്ങൾ ചപ്പാത്തിയും മിക്സഡ് വെജിറ്റബിൾ കറിയാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഷെഫിനെയും കയറി കണ്ട് ഷേഖാൻ്റെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. ഫുഡ് കഴിക്കാനൊന്നുമല്ല, നമ്മുടെ മകൾ വന്നത് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടാനായിരുന്നു. ആക്ച്വലി ശരിക്കും അവൾ സ്വിമ്മിംഗ് പൂള് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല, വീഡിയോയിലൊക്കെ അവൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വിമ്മിംഗ് പൂളിലെത്തിയപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളൊക്കെ ഒരു മീഡിയം ഫാമിലിയാണ്, ചെറിയ വീടാണ്. സത്യം പറഞ്ഞാൽ മകൾക്ക് ഓടി കളിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. നേരം വെളുത്തു. വൈഫ് ചായ ഇടുന്ന തിരക്കിലാണ്. ഗുഡ് മോർണിംഗ്. മൂന്നാറിൽ പകല് നല്ല ക്ലൈമറ്റ് ഒന്നും ഇല്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. പക്ഷേ രാത്രി നല്ല മഞ്ഞുണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ ഗ്ലാസ് കണ്ടാൽ അറിയാം, നല്ല മഞ്ഞ് വീണിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 1 മണിക്കൂറോളം സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. രാവിലെ മോൾ എണീറ്റ ഉടനെ ആദ്യം ഓടുകയാണ് സ്വിമ്മിംഗ് പൂളിലോട്ട്. നല്ല റിസോർട്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെയാണ്, നല്ല രസമുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റ് കിട്ടിയതിന്. ഞങ്ങളുടെ റൂം ഈ താഴത്തെ നിലയാണ്. മുകളിലത്തെ നിലയിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ കാണുന്ന ഇടത് സൈഡിലും മുന്നിൽ കാണുന്നതൊക്കെ കോട്ടേജസ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇഞ്ചി, ഏലം അങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരു ദിവസത്തിൽ ഇവിടുത്തെ സ്റ്റേ ഒതുക്കിയത്. ഈ റിസോർട്ടിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. പല വീഡിയോസും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഹോട്ടൽ ചൂസ് ചെയ്തത്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ രാവിലെയൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ വന്നു. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇടത് സൈഡിൽ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. ഞാൻ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഈ മുന്നിൽ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. ഇന്നലെ രാത്രിയിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരിക്കും.
ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 6:30 വന്നത്. ഞങ്ങൾ ഒരു ദിവസത്തേക്കാണ് ഈ പറഞ്ഞ പോലെ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഇന്ന് 11 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ആദ്യം ഓടിയത് സ്വിമ്മിംഗ് പൂൾ ഏരിയയിലൊക്കെയാണ്. മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് റൂമിൽ പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, ചെക്കൗട്ട് ചെയ്യണം. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരു പാർട്ടീഷൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിൽ ചെറിയ പോർഷനാണ് കുട്ടികൾക്ക് ഇറങ്ങേണ്ടത്. വലിയ പോർഷനിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ ഇറങ്ങരുത്. കാര്യം 4.7 അടി ആഴമുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഇന്നലെ രാത്രി മകളുടെ എൻജോയ്മെൻ്റ് ഒന്ന് കണ്ടിട്ട് വന്നല്ലോ. രാത്രി ഡാൻസ് ആയിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു, പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ പ്ലേ ഏരിയ നിങ്ങളൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ സെപ്പറേറ്റ് ഒരു പ്ലേ ഏരിയ ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇവിടെ ആരെയും കാണാത്തത്, എല്ലാവരും സൈറ്റ് സീയിങ്ങിനൊക്കെ പോയി കേട്ടോ. ഇപ്പം മണി ഏകദേശം 11 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആരെയും കാണാത്തത്. കൊച്ചുകുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് ഇഞ്ചിയോ ഏലമോ എന്തോ ആണ്, എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിസോർട്ടിന് ഗുഡ് ബൈ പറഞ്ഞു നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം റിസോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് മൂന്നാർ സൈറ്റ് സീയിങ് ആണ്. അത് കഴിഞ്ഞ് വാഗമണിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ബോക്സിൽ പറയുക. യൂട്യൂബിൽ ഞങ്ങളൊരു തുടക്കക്കാരാണ്. അതുകൊണ്ട് എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.